ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതിന് പിന്നാലെ ആ വകുപ്പ് ആരേറ്റെടുക്കുമെന്ന ആകാംക്ഷയിലായിരുന്നു രാജ്യത്തെ കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി സമൂഹം. പ്രധാൻ പുറത്തുപോയ മണിക്കൂറുകൾക്കുള്ളിൽ കേന്ദ്ര സർക്കാർ പ്രധാന പിൻഗാമിയെ കണ്ടെത്തി. മറ്റാരുമല്ല, കേന്ദ്രമന്ത്രിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലങ്കയുമായ പ്രഹ്ലാദ് ജോഷിക്കാണ് നറുക്കു വീണിരിക്കുന്നത്. ബി.ജെ.പിയുടെ ഏറ്റവും പരിചയസമ്പന്നരും വിശ്വസ്തരുമായ നേതാക്കളിൽ ഒരാളായാണ് ജോഷിയെ കണക്കാക്കപ്പെടുന്നത്. ഭരണപരിചയമേറെയുള്ള പ്രഹ്ലാദ് ജോഷിക്ക് കേന്ദ്ര സർക്കാരിൽ വീണ കരിനിഴൽ മായ്ച്ചു കളയാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം എന്നീ വകുപ്പുകളുടെയും അതുപോലെ പുതിയതും പുനരുപയോഗിക്കാവുന്നതുമായ ഊർജ്ജം കൈകാര്യം ചെയ്യുന്ന വകുപ്പിന്റെയും കേന്ദ്രമന്ത്രിയാണ് ജോഷി. മുൻകാലങ്ങളിൽ കൽക്കരി, ഖനി, പാർലമെന്ററി കാര്യ വകുപ്പുകളുടെ മന്ത്രിയായും പ്രവർത്തിച്ചിട്ടുണ്ട്. കർണാടകയിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയുമാണ് ജോഷി തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചത്. കർണാടകയിലെ ധാർവാഡ് മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായി പലതവണ അദ്ദേഹം എംപിയായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ബി.ജെ.പിയുടെ കർണാടക സംസ്ഥാന അധ്യക്ഷനായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബി.ജെ.പിയുടെ സംഘടനാപരവും പാർലമെന്ററിയുമായ പ്രവർത്തനങ്ങളിൽ ജോഷി നൽകിയ സംഭാവനകൾ ശ്രദ്ധേയമാണ്. RSSുമായി അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവ് കൂടിയായ പ്രഹ്ലാദ് ജോഷി കേന്ദ്ര സർക്കാരിലെ ഏറ്റവും മിടുക്കനായ മന്ത്രി എന്ന പേരുകൂടി പേറുന്ന വ്യക്തിയാണ്. ഹുബ്ബള്ളിയിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ജോഷി ധാർവാഡിലെ കർണാടക സർവകലാശാലയ്ക്ക് കീഴിലുള്ള കടസിദ്ധേശ്വർ ആർട്സ് കോളേജിൽ നിന്ന് ബിരുദം നേടി. 1983 അദ്ദേഹം ബിരുദ പഠനം പൂർത്തിയാക്കിയത്. എഞ്ചിനീയറിംഗ്, നിയമം അല്ലെങ്കിൽ മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ പ്രൊഫഷണൽ ബിരുദങ്ങളുള്ള സമീപകാലത്തെ പല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തമായി ജോഷിയുടെ അക്കാദമിക് പശ്ചാത്തലം മാനവിക വിഷയങ്ങളിലാണ് അധിഷ്ഠിതമായിരിക്കുന്നത്. വെല്ലുവിളി നിറഞ്ഞ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ പ്രശസ്തനായ അദ്ദേഹം 5 തവണ MP ആയിട്ടുണ്ട്. സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ജോഷി സംരംഭകത്വത്തിലും സാമൂഹിക പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരുന്നു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും താഴെത്തട്ടിലുള്ള വികസനത്തിലുമുള്ള അദ്ദേഹത്തിന്റെ ആദ്യകാല താൽപര്യമാണ് ഇത് വ്യക്തമാക്കുന്നത്. 1962 നവംബർ 27 കർണാടകയിൽ ജനിച്ച ജോഷി ധാർവാഡ് ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചതിനെ തുടർന്ന് 2004 പാർലമെന്റിലെത്തി. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അദ്ദേഹം ഈ സീറ്റ് നിലനിർത്തി. ഇതോടെ സംസ്ഥാനത്തു നിന്നുള്ള ബി.ജെ.പിയുടെ ഏറ്റവും കൂടുതൽ കാലം MP ആയിരുന്നവരിൽ ഒരാളായി ജോഷി മാറി. കാലക്രമേണ സർക്കാരിന്റെ വിശ്വസ്തരായ ഭരണാധികാരികളിൽ ഒരാളായി അദ്ദേഹം ഉയർന്നു വന്നു. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് ജോഷി വ്യക്തമാക്കിയിരുന്നു. CJP നേതൃത്വത്തിലുള്ള പ്രതിഷേധത്തെ മുതലെടുക്കാൻ സാമൂഹ്യ വിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെന്ന് കൂടി ജോഷി ആരോപിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ കളികൾ ഇനി നടക്കില്ലെന്നാണ് BJPക്കാർ പ്രഹ്ലാദ് ജോഷിയുടെ സ്ഥാനാരോഹണത്തെ ചൂണ്ടിക്കാട്ടി അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവിനെ ഏറെ ഭയക്കുന്ന വ്യക്തിയാണ് ജോഷി എന്നതിന് ഒരു തെളിവുണ്ട്. 5 മാസം മുമ്പ് നടന്ന പാർലമെന്റ് സമ്മേളന കാലയളവിൽ കേന്ദ്ര സർക്കാരിനെതിരെ ഇന്ത്യ സഖ്യം പ്രതിഷേധം കടുപ്പിച്ചിരുന്നു. അന്ന് പാർലമെന്റിന് പുറത്ത് രാഹുൽ ഗാന്ധിക്കെതിരെ ഘോരഘോരം വാദിക്കുകയായിരുന്നു പ്രഹ്ലാദ് ജോഷി. ഈ സമയത്താണ് രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ എത്തിയത്. തന്നെ കുറ്റം പറയുന്നത് പിന്നിൽ നിന്ന് കേട്ട ശേഷം രാഹുൽ പെട്ടെന്ന് തന്നെ ക്യാമറയ്ക്ക് മുന്നിലെത്തി പ്രഹ്ലാദ് ജോഷിയെ തടഞ്ഞു നിർത്തി. നമുക്കൊരുമിച്ചൊരു സംവാദമാകാമെന്ന് പറഞ്ഞതിന് പിന്നാലെ പ്രഹ്ലാദ് ജോഷിയുടെ കയ്യിൽ പിടിച്ചാണ് രാഹുൽ ഗാന്ധി തടഞ്ഞു നിർത്തിയത്. എന്നാൽ അത്രയും നേരം രാഹുൽ ഗാന്ധിയെ മൂക്കിൽ കയറ്റുമെന്ന് പറഞ്ഞ് വീമ്പടിച്ചു നിന്ന പ്രഹ്ലാദ് ജോഷി ഇതോടെ കെണിയിൽപ്പെട്ടുവെന്ന് പറഞ്ഞാൽ മതി. കൂടുതലൊന്നും പറയാതെ വാർത്താ സമ്മേളനം റദ്ദാക്കി ജോഷി മുങ്ങി. പിന്നാലെ എത്തി രാഹുൽ ഗാന്ധി ജോഷിയെ പിടിച്ചു വലിച്ചെങ്കിലും തിരിഞ്ഞു നോക്കാതെ പ്രഹ്ലാദ് ജോഷി സ്ഥലം വിട്ടു. ഈ ജോഷിയാണ് രാഹുൽ ഗാന്ധിയെ വരച്ച വരയിൽ നിർത്താൻ പോകുന്നതെന്ന് ഓർക്കുമ്പോൾ ചിരിക്കാതെ നിർവാഹമില്ല. BJPക്കാർക്ക് സംശയമുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളൊന്ന് കണ്ടു നോക്കിയാൽ മതി, സംശയം മാറും. ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. भारत का डेटा बहुत ही सुदृढ़ कानूनी स्वरूप में है. डिजिटल पर्सनल डेटा प्रोटेक्शन एक्ट के तहत है. बहुत सारी चीजें जो भारत के जितने भी सेंसिटिव सेक्टर्स हैं उनके सबके अपने अपने रेगुलेशंस हैं और इस तरह के आरोप लगाने से पहले चीजों को ऑथेंटिकेट करना चाहिए. I'll also come and say hello. Yes, sir. Come, let's stand together. Let's stand together. Let's do it together. Come, do it together. सर डाटा चोरी की कहा है कि उन्होंने बेबुनियाद आरोप लगाए हैं. डाटा चोरी के बिना तथ्यों के डाटा नहीं, देखिए मेरे पास डेटा है. मैंने कहा कि मैं ऑथेंटिकेट कर दूंगा. डिपार्टमेंट ऑफ जस्टिस फाइल्स है एप्स्टीन पे. हरदीप पुरी का नाम उसमें है, अनिल अंबानी का नाम उसमें है. अंबानी का केस अदानी का केस चल रहा है, उसमें समन्स आई है. गवर्नमेंट ऑफ इंडिया ने 18 महीने के लिए रिप्लाई नहीं दिया है. डायरेक्ट प्रेशर है प्राइम मिनिस्टर पे, वो सब जानते हैं. बट मेन बात ये है, देखिए बिना प्रेशर कोई हिंदुस्तान का प्राइम मिनिस्टर ये नहीं. जो हुआ है, जो किसानों के साथ हुआ है, डेटा के साथ हुआ है, डिफेंस के साथ हुआ है, एनर्जी सिक्योरिटी के साथ हुआ है, कोई प्रधानमंत्री नहीं कर सकता है. नॉर्मल सिचुएशन वो जब ही करेगा जब किसी ने मतलब चोक लगा रखा है, ग्रिप ले रखी है और चोक लगा रखा है.